നമുക്കിന്നൊരു വെറൈറ്റി പിടിച്ചാലോ? ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് തന്നെ ആയിക്കോട്ടെ അല്ലേ? ബട്ടർ ചിക്കൻ നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മൾ സാധാരണ ചിക്കൻ കിട്ടുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ പൊരിക്കും, അല്ലെങ്കിൽ കറി വെക്കും. അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ പീസുകൾ വേണം. ഒരു 1/4 കിലോ ചിക്കനെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയൊട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിരുന്ന ചിക്കനാണ്. ആ ഇട്ട സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനി കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കണം. ബട്ടറിലാണ് പൊരിച്ചെടുക്കേണ്ടത്. അപ്പം അതിനായിട്ട് ഒരു കഷ്ണം ബട്ടറാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിട്ടിട്ട് എല്ലാ ചിക്കനും ഒന്ന് പൊരിച്ചെടുക്കുക. നല്ലോണം മുരിക്കൊന്നും വേണ്ട, ഒന്ന് വെന്താൽ മതി. ഒന്ന് വേവുന്ന കോലത്തിൽ നമുക്കിതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പം നമ്മൾ പൊരിച്ച കോഴി ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇനി ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടെ ബട്ടർ ഒഴിച്ചിട്ട് നമുക്ക് എന്താക്കാം, നീളത്തിലരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, മീഡിയം സൈസ് 2 ഉള്ളി. അപ്പോൾ ഈ 2 ഉള്ളി നമുക്ക് നീളത്തിലരിഞ്ഞിട്ട് അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരൊന്നും ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, ഒന്നൊന്ന് വഴണ്ടി കിട്ടിയാൽ മതി. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ അത് വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ഇടാം. അതിനു മുമ്പ് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കി വെച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. അതും ഇട്ടിട്ട് തക്കാളി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് ഞാൻ വലിയ 2 തക്കാളി ആട്ടോ എടുത്തിട്ടുള്ളത്. വലിയ കഷ്ണമാക്കി മുറിച്ചിട്ടുള്ളതാണ്. നമുക്കിതൊക്കെ അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ വലിയ കഷ്ണമായി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ആവശ്യം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും. പിന്നെ ഇതിലേക്ക് പ്രധാനമായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് നമ്മളുടെ അണ്ടിപ്പരിപ്പ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് കുറച്ചധികം ഇതിലേക്ക് ഇട്ടിട്ട് വാരി വിതറാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണിയാൻ വെക്കാം. ഇന്നെപ്പോലെ തണിയാനൊന്നും കാത്തുക്കാൻ ഇല്ലാത്തവരാണെങ്കിൽ അത് ഈ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേഗം തന്നെ അടിച്ചെടുക്കാം. ഇത് ഞാൻ തണുക്കാൻ വെക്കാത്തത് കാരണം മക്കളിവിടെ ഭയങ്കര കച്ചറയാണ്. ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ വേഗം ആവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ തണിയാനൊന്നും കാത്തുന്നില്ല, വേഗം തന്നെ മിക്സിയിലിട്ടിട്ട് അങ്ങ് അരച്ചെടുത്ത്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ കുഞ്ഞാവ സൗണ്ട് ഉണ്ടാക്കി തകർക്കുന്നുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കേണ്ട. നമുക്ക് ചിക്കൻ കറി മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം സംഭവം നമുക്ക് അരച്ചെടുത്തിട്ട് നമ്മൾ വഴറ്റി ആ പാനിലേക്ക് തന്നെ ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുക. ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കുമ്പം നമ്മൾ മാറ്റി വെച്ച ചിക്കനില്ലേ, അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുമ്പോഴത്തേക്കും നമ്മളുടെ സംഭവം ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് കുറച്ച് അലങ്കാര പണികൾ കൂടി ആവാം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇടുക, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ വിതറാം. ഈ സമയത്ത് ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തതിനെ കൊണ്ട് മല്ലിച്ചപ്പ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ, എന്നാലും നല്ല ടേസ്റ്റാണ്. ചപ്പാത്തീൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നെയ്പ്പത്തിരിയാണ്. നെയ്പ്പത്തിരീൻ്റെ കൂടിയും അടിപൊളിയാണ് നമ്മളുടെ ഈ ബട്ടർ ചിക്കന്. അപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം, അടിപൊളിയാണ്.